ലവ് ജിഹാദ് നടക്കുന്നുണ്ടെങ്കിൽ ഒരു കേസെങ്കിലും പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വായിട്ടലച്ച മാധ്യമ പ്രവർത്തകരോടാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ലവ് ജിഹാദിന് ഇരയായ ഒരു യുവതിയാണ്. അവരുടെ മതത്തിലോട്ട് മാറണം എന്നാണ്, ഞാനും മാറണം, കുട്ടിയും മാറണം എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്ഷുവലി ഞാൻ കുറേ ഹറാസ്മെന്റ് എന്നെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ അപ്പോഴൊക്കെ പുള്ളിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ള രീതിയിലാണ്. ഈ പറയപ്പെടുന്ന വ്യക്തി ആരാണ്? കോൺഗ്രസ് നേതാവായിട്ടുള്ള പോലീസുകാരിൽ നിന്ന് എനിക്ക് മോശം അനുഭവം എനിക്ക് ഉണ്ടാക്കിയിരുന്നു. ഞാനത് ചെയ്യാത്തത് കാരണം എനിക്ക് കുറേ പ്രശ്നങ്ങൾ, എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എൻ്റെ കൊച്ചിനെ എന്നെ ഭയങ്കരമായിട്ട് കൊല്ലുന്നുള്ള ഒരു ഭീഷണിയായിരുന്നു. ആ സർക്കാരുടെ പോലീസുകാരല്ല എന്നോട് ഇത്രയും ക്രൂരതകൾ കാണിച്ചത്. ഇതിലൊക്കെ അനുഭവിക്കുന്നത് ആ കൊച്ചല്ലേ. നമ്മൾക്ക് ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും എനിക്കതിപ്പോ ഇല്ല, ലംഘിച്ചില്ലേ. ഞാൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണ്, അതിലൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് കരയണ എൻ്റെ 10 മടങ്ങ് ഞാൻ ഈ പറയുന്ന എല്ലാവരുടെ മുന്നിൽ ഞാൻ പോയി കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിന്നെ ഞാൻ കുറ്റക്കാരിയാക്കുന്ന സത്യം എന്താണെന്ന് അറിയാം, അതല്ല വേണ്ട. എൻ്റെ സ്വന്തം മക്കളെ വിൽക്കാറുണ്ട്, കൊല്ലാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ. ഞാനും ഒരു സ്ത്രീയാണ്. ഞാൻ അതിന് മാത്രം അവരോട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അത്രയും അഡിക്റ്റായി പോയി, വിശ്വസിച്ച് പോയി. അങ്ങനെയാണ് എന്നെ വിശ്വസിപ്പിച്ചത്. ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളി അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു വീഡിയോ എടുത്ത്, ഞാൻ പോലും അറിയാതെ ഒരു വീഡിയോ എടുത്ത് ഈ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സുഹൃത്താണ്. അതെ അതെ അതെ, ഇവരൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത തെറ്റെന്താ? ഒരാളെ ഞാൻ സ്നേഹിച്ചു, ഒരു കൊച്ചിനെ ഞാൻ പ്രസവിച്ചു, ആ കൊച്ചിനെ ഞാൻ ഭംഗിയായിട്ട് അവരുടെ മുന്നിൽ ഞാൻ വളർത്തി അല്ലെ. ആ ചെയ്തതിനാണ് ഞാനിപ്പോൾ ഇത്രയും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഒരു ഹണി ട്രാപ്പിൽ കുടുക്കിയ ഒരു യുവതി ഹണി ട്രാപ്പ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ ഹണി ട്രാപ്പ് ചെയ്തു എന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഒരാളിനെ ഹണി ട്രാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ തെളിവ് സഹിതം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ തല ഞാൻ വെട്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ സത്യം കൊണ്ടുവരാൻ ഞാൻ ഏത് അറ്റം വരെ ഞാൻ പോരാടും. കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ കൂടെയുണ്ട്, പോലീസ് അവരുടെ കൂടെയുണ്ട്. ഞാനൊരു പെണ്ണ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിഷ്പ്രയാസം എന്നെ എന്തും ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഹണി ട്രാപ്പ് ആവുന്നത്? എൻ്റെ കുട്ടി ഉണ്ടായതിനു ശേഷമാണ് പേരിൽ ഹണി ട്രാപ്പ് കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. എൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇവരിപ്പോൾ പറഞ്ഞ് നടക്കുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ അത് അനുഭവിക്കാൻ തയ്യാറാണ്. ഞാനിവിടെ വരുന്ന ഒരു 2 ആഴ്ച മുൻപ് വരെയും അവരെന്റെ വണ്ടിയിൽ വന്ന് എന്നെ വീഡിയോ എടുത്ത് അസഭ്യം പറയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ആചാരപ്രകാരം എനിക്ക് മഹർ തന്നിട്ടുണ്ട്. സെപ്പറേറ്റഡ് അല്ലായിരുന്നു. അത് ഞാൻ അറിയുന്നത് ഈ പ്രഗ്നന്റ് ആയ സമയത്ത് ഇവരുടെ ഫാമിലി മൊത്തം എന്നെ കാണാൻ വന്നിരുന്നു. ഇത് എങ്ങനെയെങ്കിലും അബോർഷൻ ചെയ്യണം, അത് വേണ്ട എന്നുള്ള. ചിലപ്പോൾ എൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ എനിക്കത് പറയാൻ അറിയില്ല. ചിലപ്പോൾ എൻ്റെ കൊച്ചിന് ചിലപ്പോൾ ജീവിക്കാനുള്ള ഒരു ഇതുണ്ടാവാം. അവിടെ ഒരു 5 മാസം പ്രായമുള്ളൊരു കുട്ടി വന്നു. ആ കുട്ടിക്ക് ട്വിൻസ് ആയിരുന്നു. എൻ്റെ സെയിം, എനിക്ക് 6 മാസമായിരുന്നു, ആ കൊച്ചിന് 5 മാസമായിരുന്നു. അവർക്ക് കൊച്ചു വേണ്ട, അബോർട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പോൾ ആ കൊച്ചിനെ ഇവര് എടുത്തിട്ട് അതിലൊരു കുട്ടിനെ അളിയനുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ അളിയനും കാണിച്ചു കൊടുത്തു. ഇതാണ് എൻ്റെ വയറ്റിലുള്ള കുട്ടി അതാണെന്നും പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുത്തത്. അവരത് കണ്ടു, തിട്ടപ്പെടുത്തി. എൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ശരിയാണ്, ഏകദേശം ഒരു വെയിറ്റ് ഉണ്ട്. പക്ഷെ അവർ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, വെറുതെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഡൗട്ട് അടിച്ചത് ഡോക്ടർക്കും പ്രശ്നമാവും. അങ്ങനെ എൻ്റെ ഒരു വയറ് കീറി അത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തു.
അപ്പോഴാണ് അവരത് മനസ്സിൽ വിശ്വസിച്ച് അവര് ചെന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ സഹിക്കണം, അതല്ലെങ്കിൽ കൊച്ചിനെ കൊല്ലേണ്ടി വരും. അപ്പോൾ ഞാൻ ഡോക്ടറെ പറഞ്ഞു, ഞാൻ ഇച്ചിരി വേദന സഹിച്ചാലും കുഴപ്പമില്ല, എനിക്ക് കൊച്ചിനെ കളയരുത് മാഡം എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനവിടെ 3 ദിവസം ഞാൻ അവിടെ നിന്നു. ഹോസ്പിറ്റലിൽ ഞാൻ 3 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. ആ ഡെലിവറി അത് 3 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെ കുട്ടിനെ കളഞ്ഞു എന്ന് പറഞ്ഞ് ഡോക്ടർ എന്തോ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പോന്നു. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഫോണിലൂടെ സംസാരിച്ചിട്ട് നമ്മൾ വിളിച്ചെടുക്കാതിരുന്ന പുള്ളി വീട്ടിലോട്ട് വരും എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ എടുത്ത് സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ 9ാം മാസം ആയപ്പം C-സെക്ഷനിൽ ഞാനൊരു ആൺകുട്ടിനെ പ്രസവിച്ചു. കാരണം ഡേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ആവശ്യപ്പെട്ടു, പേടിച്ചുകൊണ്ട് അല്ലേ? കാരണം ഇവര് ഫോൺ എടുക്കാതിരിക്കുമ്പോൾ ഇവർക്ക് ഡൗട്ടാണ്. അപ്പം എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവര് എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയാറുണ്ട്, എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീടിനെ തീയിട്ട് നശിപ്പിക്കും എന്നും പറഞ്ഞ് കൊല്ലംകോട്ടിലൊരു ഗുണ്ടായിട്ടുള്ള ഒരാൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ടുതന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ അവരുമായി അടുത്ത സുഹൃത്താണെന്നുള്ള സുഹൃത്താണ്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഭയത്താൽ ഞാൻ ആ ഡോക്ടറെ അടുത്ത് ഞാൻ സത്യങ്ങൾ മൊത്തം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഈ വരച്ചിട്ടുള്ളതെല്ലാം കണ്ടിട്ടുണ്ട് മെയിൻ ഡോക്ടർ. അപ്പൊ ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പിന്നെ നാട്ടും പുറത്തായ കാരണം ഞാൻ വേറെ ഒന്നും അങ്ങനെ പറയാൻ നിന്നില്ല. അങ്ങനെ കൊച്ചിനെ പ്രസവിച്ചിട്ട് ഞാൻ എറണാകുളത്തേക്ക് പോന്നു. ആ കൊച്ചിനെ കൊണ്ട് അന്ന് ഞാനും കൊച്ചിനെ നോക്കാനുള്ള ഒരു ആയി മാത്രമേ ഉണ്ടായുള്ളൂ. ഫാമിലി ആരും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ഇങ്ങനെ സ്വാഭാവികം, നമ്മളൊരാളിനെയും ഏതൊരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാനായിട്ട് ചെയ്തൊരു തെറ്റാണ്. അപ്പം അത് കുറേ ഫാമിലി അനുഭവിച്ചു. ഞാൻ ഈ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ എൻ്റെ കൊച്ചിനെയും എന്നെയും ഇല്ലാണ്ടാക്കണം എന്നും പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊച്ചിനെ വേണ്ടായിരുന്നു. അപ്പോൾ കൊച്ചു പ്രസവിച്ച് കഴിഞ്ഞ ശേഷം അവർ കുട്ടീൻ്റെ കാര്യം അന്വേഷിച്ച ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പോൾ ആ ഡോക്ടർ സത്യം പറഞ്ഞു, അങ്ങനെ കളഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ ഇയാളുടെ വക്കീലും കുട്ടി, കാരണം ഇവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. DNA ചെയ്യണം എന്ന് പറഞ്ഞു. DNA ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിനെ അംഗീകരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. ഒരു പ്രൈവറ്റ് ആയിട്ട് അല്ല, ഇത്രത്തോളം ഒരു ഉപദ്രവിക്കുന്ന, ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു പാർട്ട്ണറെ എന്തിനാണ് പിന്നെ നിങ്ങൾ വേണം എന്ന് പറഞ്ഞത്? അയാൾ വീണ്ടും ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയാ വീണ്ടും വീണു പോയത് അയാളിലേക്ക്? അയാളെ ഞാൻ ഒരിക്കലും വേണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ കൊച്ച് അപ്പൊ നമ്മൾ എത്രയായാലും ഓരോരോ സ്ത്രീകള് അതുപോലെ എന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുള്ളി എന്നോട് നിന്നിട്ടുണ്ട്. ആൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. പിന്നെ അതിലൊക്കെയാണ് ഞാൻ പെട്ടുപോയത്. പിന്നെ ഈ കൊച്ചുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇവർ ഇത്രയൊക്കെ ഉപദ്രവിച്ചാലും എത്രയായാലും അയാളുടെ ഒരു കുട്ടിയാണ് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ ഞാൻ അങ്ങനെ അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ കുട്ടി ജനിച്ചു പോയി, ഞാൻ അവർക്കൊരു ശല്യത്തിനോ പ്രശ്നത്തിനോ ഒന്നിനും ഞാൻ ചെന്നിട്ടില്ല. ഞാൻ കൊച്ചിനെയും കൊണ്ട് എങ്ങനെയെങ്കിലും, നമ്മളെല്ലാവരും ഒരു കല്യാണം കഴിച്ച ഒരു ഭർത്താവിന്റെ കുട്ടി ഉണ്ടാവാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറ്. അതേപോലെ പുള്ളി രജിസ്റ്റർ തന്നെ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അല്ലാതെ എൻ്റെ നിയമപ്രകാരവും ആളുടെ നിയമപ്രകാരവും എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആളിലൊരു കുട്ടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ കൊച്ചു അവർക്ക് വേണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു സ്ത്രീയാണ്. നമ്മളെല്ലാവരും കല്യാണം കഴിച്ചാൽ ഫസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് തന്നെയാണ് ഞാൻ. അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചുള്ളൂ. അത് കഴിഞ്ഞ് കുട്ടി ഇവരുടെയാണെന്ന് അറിഞ്ഞ് കൊച്ചിനെ അംഗീകരിക്കാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങള് പ്രൈവറ്റ് ആയിട്ട് DNA ചെയ്തായിരുന്നു. അത് ഇയാളുടെ അഡ്വക്കേറ്റ് ആണ് കൊണ്ടുവന്നത്. നമ്മളുടെ വീട്ടിൽ വന്നിട്ടാണ് ബ്ലഡ്. 6ാമത്തെ മാസം അങ്ങനെ ചെയ്തുകൊണ്ട് അവര് വിചാരിച്ചു നിങ്ങൾ അബോർട്ട് ചെയ്തു. വീണ്ടും DNA ചെയ്ത് പ്രൈവറ്റ് ആയിട്ട് അവർ ചെയ്തു. അവർക്ക് മനസ്സിലായി അവരുടെ കുട്ടിയാണെന്ന്. അത് കഴിഞ്ഞ ശേഷം പിന്നെ അവർ പറഞ്ഞു വന്നത് ആളുടെ അഡ്വക്കേറ്റ് ആയിട്ട് കൊച്ചിനെ പുറത്തു കൊടുക്കണം, കൊച്ചിനെ വിൽക്കാനാണ് ആദ്യം. DNA ചെയ്ത് അയാളുടെ കുട്ടിയെന്ന് അറിഞ്ഞിട്ടും പറയുന്നത് വിൽക്കാനാണ്. അത് അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു കൂടെ. ആളുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ വന്ന് എന്നോട് പറഞ്ഞത് കൊച്ചിന് കൊടുക്കണം, അതും ഇവിടെ കൊടുക്കരുത്, അമേരിക്ക അല്ലെങ്കിൽ ദുബായ്. കുട്ടി മുസ്ലിമാണ്, അതാണ് അവർ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ നേരത്തെ എൻ്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാത്ത ഒരാളെ എങ്ങനെ പറയും കുട്ടി മുസ്ലിമാണ്? ആൾക്ക് മനസ്സിലായല്ലോ DNA റിസൾട്ട്. അപ്പൊ ആൾ പറഞ്ഞത് എൻ്റെ ഇതിലിരിക്കുന്നതും ഞാൻ ഹിന്ദു മതത്തിന്റെ അടുത്തുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ആൾ പറഞ്ഞ അമേരിക്കയിലോട്ട് കൊടുക്കണം. അമേരിക്കയിൽ കൊടുക്കുന്നത് ഇയാളുടെ വക്കീലിന്റെ കെയർ ഓഫിൽ ആരോ എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ദുബായിൽ കൊച്ചിന് കൊടുക്കണം. അപ്പൊ അവര് പറയുന്നത് എന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷെ കൊച്ചിനെ അംഗീകരിക്കാൻ അപ്പൊ പറ്റില്ല. എങ്ങനെ? മതം മാറിയാൽ സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. നിങ്ങൾ മതം മാറിയാൽ നിങ്ങളെ സ്വീകരിക്കാം, പക്ഷെ കൊച്ചിനെ അംഗീകരിക്കില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അതൊന്നും ഞാൻ അനുസരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ലേ?
അതായത് നിങ്ങളുടെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞല്ലേ ഞാൻ ചോദിച്ചിരുന്നു. അപ്പം എനിക്ക് ഈ പബ്ലിക്കിൽ വന്നിട്ട് എനിക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും സത്യങ്ങൾ എന്നാലും അറിയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം ഇവർ സെക്ഷുവലി ഞാൻ കുറെ ഹറാസ്മെന്റ് എന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഞാൻ അപ്പോഴൊക്കെ പുള്ളിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ള രീതിയിലാണ്. ആള് നിന്നില്ലെങ്കിൽ ആള് പറയുന്നത് വേറെ സ്ത്രീയായിട്ട് ഞാൻ പോവും. പിന്നെ ആളേതെങ്കിലും ഹോട്ടലിൽ ലൊക്കേഷൻ അയച്ചു തരും എനിക്ക്, എന്നിട്ട് അവിടെയാണെന്ന് പറയും. അപ്പൊ ഞാൻ ആള് പറയുന്നതിനനുസരിച്ച് ഞാൻ എല്ലാത്തിനും ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇതുവരെ. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ അടക്കം ഞാൻ ഈ ഒരു കാര്യത്തിന് ഞാൻ സൺറൈസ് ഹോസ്പിറ്റലിൽ, അതായത് സെക്ഷുവലി ഇന്നത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇന്ന പെണ്ണുങ്ങളുടെ കൂടെ പോകും എന്നാണോ പറയുന്നത്? അതെ അതെ. എങ്ങനെ വിശ്വസിച്ചു ഇങ്ങനെ ഒരാളെ? ആള് എന്നോട് പറയണത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതാണ് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വേറൊരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന പറയണ ആളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് വിശ്വസിച്ചു പോയി അവരുടെ ഒരു ഇതിന്റെ പോയായിരുന്നു. കാരണം അന്ന് എനിക്ക് ആരും ഇല്ലാത്ത സമയത്തായിരുന്നു പുള്ളി എന്നെ കെയറിങ്. അന്ന് ഞാൻ വീണു പോയടാ. അതാണ് എനിക്ക് ഉണ്ടായ ഒരു ഇത്. പിന്നെ അത് പിന്നീട് എനിക്ക് മനസ്സിലായെങ്കിലും എനിക്ക് പിന്തിരിഞ്ഞു വരാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല. അപ്പോഴേക്കും എനിക്ക് കൊച്ചുണ്ടായി. പിന്നെ എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായി. കൊച്ചുണ്ടായതിനു ശേഷം ഇപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് തന്നെ. ഞാൻ ഈ കുട്ടീനെ അവര് ദത്ത് കൊടുക്കാൻ പറഞ്ഞു, ഞാനത് കേട്ടില്ല. പുറത്ത് കൊടുക്കാൻ പറഞ്ഞു. അതിന് ഭയങ്കരമായിട്ട് എന്റെ ടോർച്ചറിങ് കാര്യങ്ങളുണ്ടായിരുന്നു. സഹിക്കാൻ വയ്യാതെ ഞാൻ ആളുടെ പേരിൽ ഒരു പരാതി കൊടുത്തു. ഞാൻ ഈ സംഭവങ്ങളെല്ലാം വെച്ച് ഞാനൊരു പരാതി കൊടുത്തു. കുഞ്ഞുണ്ടായതിനൊക്കെ ശേഷം കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ പരാതി കൊടുത്തു. പക്ഷെ എനിക്ക് ഇൻഫോ പാർക്ക് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇൻഫോ പാർക്ക് പോലീസുകാരിൽ നിന്ന് എനിക്ക് മോശം അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ? കാരണം ഇത്രയും ഞാൻ ഒരു പരാതി ഞാൻ കൊടുക്കാൻ ചെന്നിട്ട് അവരിതിന്റെ സത്യാവസ്ഥ എന്താന്ന് പോലും ചോദിച്ചിട്ടില്ല എന്നോട്. അവര് ഞാൻ മോശക്കാരിയാണ്, എന്നെ ഇഷ്ടമല്ല. ഓക്കെ, ഇതൊക്കെയാണ് ആദ്യം എനിക്കുണ്ടായ റെസ്പോൺസ്. അതായത് എനിക്കിപ്പോ ഇതിൽ പറഞ്ഞതെന്ന് മനസ്സിലായത്, നിങ്ങൾ ഏതൊക്കെ വഴി പോയാലും നിങ്ങളുടെ പുറകെ അവരുണ്ട്. മേ ബി ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂവിന് വന്നത് പോലും അറിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് പരാതി കൊടുത്തപ്പം ഇവരറിയാണ്. അങ്ങനെ ഇവര് ലാസ്റ്റ് എന്റെ കുട്ടിനെ അംഗീകരിച്ചു. മീഡിയേഷൻ വഴി, കോടതി മീഡിയേഷൻ വഴി കുട്ടിനെ അംഗീകരിക്കാം എന്നും പറഞ്ഞ് ഈ കേസ് ക്യാൻസൽ ആക്കാൻ പറഞ്ഞു. ഈ കേസ് ക്യാൻസൽ ആക്കിയാൽ അംഗീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡിസംബർ 4-ാം തീയതി കുട്ടിനെ അംഗീകരിച്ചു ഇവര്. ഓക്കെ, മീഡിയേഷൻ വഴി കുട്ടി ഇവരുടെ ആണെന്നും കൊച്ചിന് തുച്ഛമായിട്ടുള്ളൊരു പൈസ തരാമെന്നും 15,000 രൂപ മാസം തരാമെന്നും ഇവരിതിൻ്റെ ഇടയിൽ എൻ്റെ പേരിലൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2023 ഫെബ്രുവരിയിൽ. എന്തായിരുന്നു? ഒരു ഹണി ട്രാപ്പ് കേസാണ്. നിങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനത് ആ ക്വസ്റ്റ്യനിലേക്ക് വരാനിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഒരു ഹണി ട്രാപ്പിൽ കുടുക്കിയ ഒരു യുവതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിലെന്താണ് പറയാനുള്ളത്? ഇവരെൻ്റെ ഇപ്പോൾ ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കേസ് എൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 8 വർഷമായി. ഇതിന് മുൻപ് ഹണി ട്രാപ്പ് കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാളിൽ ഒതുങ്ങുന്നതാണോ ഹണി ട്രാപ്പ്? അല്ല. ഇതിനു മുൻപ് എനിക്ക് അങ്ങനെയാണെങ്കിൽ കേസ് എന്തെങ്കിലും ഉണ്ടാവണം, എവിടെയെങ്കിലും ഉണ്ടാവണം ആണല്ലോ. ഞാൻ ആരെങ്കിലുമൊക്കെ ഹണി ട്രാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളിനെ അവർ കൊണ്ടുവരട്ടെ, എന്നാലല്ലേ. അല്ലാതെ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് എൻ്റെ കയ്യിലുള്ള എവിഡൻസുകൾ മൊത്തം ഉണ്ട്. അത് ഞാൻ കയ്യിൽ ഹാൻഡ് ഓവർ ഞാൻ ചെയ്യാം. പിന്നെ ഇതൊക്കെ സെപ്റ്റംബറിലാണ്. ഞാൻ എൻ്റെ കയ്യിൽ വ്യക്തമായിട്ട് തെളിവുണ്ട്. അക്കൗണ്ട് നമ്പർ IFSC കോഡ് യൂണിയൻ ബാങ്കിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, എടച്ച. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ബാങ്ക് നെയിം ഫെഡറൽ ബാങ്കാണ്. ബ്രാഞ്ച് നെയിം IFSC കോഡും കാര്യങ്ങളെല്ലാം സെപ്റ്റംബർ 18-ാം തീയതി എനിക്ക് അക്കൗണ്ട് ഇട്ട് തന്നതാണ്. ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് മെസ്സേജ് വായിച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് നോക്കി കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് ഏത് സമയത്താണ്? ഇത് സെപ്റ്റംബറിൽ, അതായത് പൈസ ഞാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിയിലാണ് ഇവർ എനിക്ക് കേസ് എൻ്റെ പേരിൽ കൊടുക്കുന്നത് തന്നെ. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഞാൻ ഹണി ട്രാപ്പ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് ഫെബ്രുവരി ഏത് വർഷം? 2024 ഫെബ്രുവരി ആണ്. അതെ, 2024 ഫെബ്രുവരി 24 കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചോദിക്കുന്നത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പൈസ കൊടുത്തിട്ട് വ്യക്തമായിട്ട് ഞാൻ ചോദിക്കുന്ന കാര്യം, ഞാനിതിപ്പോൾ എല്ലാം നിങ്ങൾ ഇത് പബ്ലിക്കിൽ പുറത്തു വിടണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ കയ്യിൽ നമ്പറിലാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് ഈ 3-4 അക്കൗണ്ടുകളിലായിട്ട് പൈസ കറക്റ്റായിട്ട് കൊടുത്തതും പുള്ളി അത് അംഗീകരിക്കുന്നുണ്ട്. ഇത്ര പൈസ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്, എനിക്ക് നിന്റെ പൈസ വേണ്ട, ഞാൻ കൊടുത്ത പൈസയിൽ നിന്ന് കുറച്ച്
പൈസ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബാലൻസ് അങ്ങനെയാണ് 15 ലക്ഷം രൂപന്റെ അടുത്തോളം എന്റെയും അനിയന്റെയും അക്കൗണ്ടിലേക്ക് ഇട്ടു തരുന്നത്. ഞാൻ ഇപ്പോഴും അവരോട് വെല്ലുവിളിക്കുന്നു. ഇവരിപ്പോൾ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു CA നമ്മളെയൊക്കെ രക്ഷിക്കേണ്ട ഒരാളുടെ കയ്യിലും ആളുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളൊരു മോശക്കാരി ആക്കുമ്പോൾ സത്യം എന്നായാലും പുറത്തു വരുന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാനൊരു നല്ലൊരു കാര്യത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇവരിപ്പോൾ പറഞ്ഞ് നടക്കുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ അത് അനുഭവിക്കാൻ തയ്യാറാണ്. അവരെന്ത് ആക്ഷൻ എന്നെ കൊണ്ടുവന്ന് തന്നോട്ടെ. ഞാൻ ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എവിടേക്കും പോകുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം എൻ്റെ കുട്ടി ഉണ്ടായതിന് ശേഷമാണ് ഹണി ട്രാപ്പ് കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതും നിങ്ങളൊന്ന് ആലോചിക്കണം. ഫെബ്രുവരിയിൽ കേസ് കൊടുത്തു. ഫെബ്രുവരിയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇതുവരെയും ഞാനുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. എന്നെ കാണാൻ വരാറുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് പോവാറുണ്ടായിരുന്നു. എൻ്റെ കൊച്ചിൻ്റെ ഞാൻ പ്രസവിച്ചിട്ടുള്ള എൻ്റെ കൊച്ചിൻ്റെ സകല ഡീറ്റെയിൽസും ഫോട്ടോസും ഈ ബർത്ത്ഡേക്കുള്ള ഫോട്ടോസ് ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുള്ള റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഹണി ട്രാപ്പ് ആവുന്നത്? ഞാൻ ഈ നിമിഷം വരെ ഇപ്പൊ ഞങ്ങൾ 3 വർഷമായി എവിടെയെങ്കിലും ഞാൻ വിളിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഭീഷണി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ഞാൻ ഇപ്പോഴും പറഞ്ഞു ഇവർക്ക് അത്രയും ഹോൾഡ് ഉണ്ട്. ഇവർക്കൊരു ഒരു ആളുടെ ഒരു കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ കൂടെ ഉണ്ട്, പോലീസ് അവരുടെ കൂടെ ഉണ്ട്. ഞാനൊരു പെണ്ണ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിഷ്പ്രയാസം എന്നെ എന്തും ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ എന്നിട്ടും ഇപ്പം ഇവിടെ വന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വാലും പിടിച്ച് വരുന്നത് എനിക്കിപ്പോഴും അറിയാം. കാരണം എൻ്റെ ഭാഗത്ത് ഇപ്പോഴും ഞാൻ പറയുന്നത് സത്യമുണ്ട്. സത്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ സാർക്ക് കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്, ഹണി ട്രാപ്പ് കേസ്. ഇവർ കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ, കണ്ടെത്തിയിട്ടുണ്ടാവില്ലേ? ഇവരെന്തുകൊണ്ടാണ് അത് റിപ്പോർട്ടും കാര്യങ്ങളും? ഞാൻ ചോദിക്കുന്നത് കമ്മീഷണർ ആയിക്കോട്ടെ, എല്ലാവരും ചോദിക്കട്ടെ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ ഹണി ട്രാപ്പ് കേസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേരിൽ ഒരു FIR ഇട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അവർ കുറ്റക്കാരാവണമെന്നില്ല. ഉണ്ടോ? ഇപ്പൊ ഞാനിവിടെ വന്നു, ഞാൻ നാളെ പോയി പറയണം നീ എന്നെ അസഭ്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് നാളെ പരാതി കൊടുക്കാം. കാരണം ഞാനിവിടെ വന്നിട്ടുണ്ട്, തെളിവും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരാൾ തെറ്റുകാരി ആവണമെന്നില്ല. ഇവരിപ്പോഴും അതിനുള്ള ഞാൻ ഇപ്പോഴും കുറ്റപത്രം അവർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സത്യങ്ങൾ അറിയട്ടെ. അല്ലാതെ ഞാൻ പറഞ്ഞത് ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾ ഉൾപ്പെടെ ശിക്ഷ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി എനിക്കിതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ആളുടെ എതിരെ ഞാൻ സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്. എൻ്റെ പേരിൽ കേസ് കൊടുത്തു. ഈ കേസ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ അതിൽ സത്യങ്ങൾ കണ്ടെത്തേണ്ടത് പോലീസുകാരാണ്. ഇതിലിനി എന്തെങ്കിലും സത്യങ്ങളുണ്ട്, അതല്ല എങ്കിൽ ഇപ്പൊ ഞാൻ ഹണി ട്രാപ്പ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ ഹണി ട്രാപ്പ് ചെയ്തു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഒരാളിനെ ഹണി ട്രാപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തെളിവ് സഹിതം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ തല ഞാൻ വെട്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കാം. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു അവർക്ക് എന്ത് ആക്ഷനും എൻ്റെ അടുത്ത് എടുക്കാം. പക്ഷെ ഞാൻ ഇതെല്ലാം നാളെ പോലീസ് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ഒരു പെൺകുട്ടീനെ ഇത്രത്തോളം, വേറെ വല്ല പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കൊച്ചിനെ ഓർത്ത് മാത്രം ഞാൻ ആത്മഹത്യ ചെയ്യാതെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ഇത് സത്യം കൊണ്ടുവരാൻ ഞാൻ ഏത് അറ്റം വരെ ഞാൻ പോരാടും. കാരണം ഞാൻ ഇപ്പോഴും ഇത് ആരെങ്കിലും വലിയ വലിയ ഉദ്യോഗസ്ഥർ കേട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഈ CA തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. എന്നെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് എന്നെ അവർ വിളിച്ച് ചോദിക്കട്ടെ. എൻ്റെ കയ്യിലുള്ള എവിഡൻസും തെളിവും ഞാൻ അവർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ ഞാൻ കള്ളിയാണോ. അതല്ലാതെ ഇപ്പോൾ നാളെ എന്നെ അവള് മോശക്കാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അത് ഏറ്റെടുക്കല്ല വേണ്ടത്. ഇതിന് സത്യം എന്താണെന്ന് അറിയണം. ഞാൻ ഇപ്പൊ പോരാടുന്നത് എൻ്റെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായും എൻ്റെ ഒരു കൊച്ചിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സത്യമാണ്. ഞാൻ ഇല്ലാത്ത കാര്യങ്ങളല്ല ഞാൻ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതിനുള്ള തെളിവും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആര് ചോദിച്ചാലും അതെനിക്ക് കാണിക്കാൻ അറിയാം. അതല്ലാതെ അവരിപ്പോ പറയുന്ന പോലെ തോക്കില് ഉണ്ടയില്ലാതെ വെടിവെക്കല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് ആ കോൺഫിഡൻസ് ഉള്ളത് കാരണമാണ് ഞാൻ ഇപ്പോഴും അത് സംസാരിക്കുന്നത്. എനിക്ക് നീതി കിട്ടാൻ ഞാൻ ഇനി ഏതറ്റം വരെയും ഞാൻ ചെല്ലൂടാ. നമ്മൾ ചാറ്റിങ് കാര്യങ്ങൾ എല്ലാത്തിനും ഡിജിറ്റൽ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ആള് എൻ്റെ കയ്യിൽ അത്ര ഉണ്ടായിരുന്നില്ല. പുള്ളി ഒരു 3 അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 അക്കൗണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് എൻ്റെ സുഹൃത്തുക്കൾ
പൈസ വായ്പയായിട്ട് പുള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു 1.5-2 വർഷം മുൻപ്. ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു 20 ലക്ഷം രൂപയുടെ ഉള്ളിൽ നിന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഇട്ട് കൊടുത്തതിന് ശേഷം പുള്ളിക്കാരൻ ഞാൻ എൻ്റെ കൊച്ചിനെ പ്രസവിക്കുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലാണ് ഇവർ എൻ്റെ പേരിൽ ഈ കേസ് കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഈ കേസ് കൊടുക്കുന്നതിൻ്റെ 1 മാസം മുൻപ് എൻ്റെ അനിയൻ്റെയും ഇപ്പം ഞാൻ കൊടുത്ത പൈസ ഉണ്ടല്ലോ, ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് റിട്ടേൺ ഇട്ട് തരികയാണ്. അത് എൻ്റെ അക്കൗണ്ടിലല്ല, എൻ്റെ അനിയൻ്റെയും അനിയൻ്റെ വൈഫിൻ്റെയും. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ പൈസ എനിക്ക് വേണ്ട, അക്കൗണ്ട് നമ്പർ തായോ, ഞാൻ അക്കൗണ്ട് നമ്പർ ഇട്ട് തരുന്നുണ്ട്, പിന്നെ ഇത്ര പൈസ കയറിയിട്ടുണ്ട്, ഇന്ന അക്കൗണ്ട്, എല്ലാത്തിനുള്ള എവിഡൻസ് തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പോഴും. പക്ഷെ ഒരാളും ഇതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല തെളിവ്. അതായത് നമ്മളൊരാൾ പറയുമ്പം അതിന്റെ സത്യാവസ്ഥ ഞാൻ ചോദിക്കുന്നത്, സത്യം അറിഞ്ഞിട്ട് വേണം ഒരാളെ കുറ്റപ്പെടുത്താൻ. അതെ, ശരിയല്ലേ? ഞാൻ ഈ കൊച്ചിനെ പ്രസവിച്ചു, കൊച്ചിന് DNA ചെയ്തു. അതായത് ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ് ഇവർ കൊടുത്ത തെളിവുകളെല്ലാം നിങ്ങൾ അവർക്ക് കൊടുത്ത പൈസ നിങ്ങൾക്ക് തിരിച്ചിട്ട് തന്നതിന്റെ, നിങ്ങൾ അവരുടെ അടുത്ത് മേടിച്ച പൈസയായിട്ട് കൊടുത്തു അല്ലേ? പക്ഷേ ഈ പറഞ്ഞ ഇൻഫോ പാർക്ക് പോലീസിന്റെ അടുത്ത് ഈ ഒരു അവരുടെ അടുത്താണോ ഈ ഹണി ട്രാപ്പിന്റെ ഇതും ചെന്നത്? അല്ലല്ല, ആദ്യം ഇവർ കൊടുത്തത്. കാരണം എൻ്റെ അഡ്രസ്സൊക്കെ എവിടെയാണ്. പക്ഷെ ഞാൻ ഈ നിമിഷം വരെയും എൻ്റെ ഈ കേസ് കൊടുക്കുന്ന സമയത്താണ് ഇവർ ഇവിടേക്ക് ഹാൻഡ് ഓവർ ചെയ്തെന്ന് പറയണേ. ഈ കേസ് ഞാൻ അറിയുന്നത് തന്നെ ഈ അലീൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടാണ്. അതുവരെ ഞാൻ ഈ കേസ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊടുത്തു. ഞാൻ പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവർ കൊടുത്തത്. ഞാൻ കൊടുക്കുന്നത് 2024 ഡിസംബറിലാണ്. ഈ ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ ജ്യേഷ്ഠനും ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് 1 വർഷത്തോളം. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെൺകുട്ടി ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ 3-4 വർഷമായി ഒരുമിച്ചിരിക്കാം. ഞാൻ മനസ്സിലാക്കിയൊരു സത്യം ആണെന്ന് പറഞ്ഞു, ഞാൻ കളഞ്ഞില്ല. കുട്ടീനെ ഞാൻ പ്രസവിച്ചു, എറണാകുളത്ത് കൊണ്ടുവന്നു, കുട്ടി ഇവരുടെയാണെന്ന് അറിഞ്ഞു. നാളെ ഇത് ഞാൻ കേസായിട്ട് പോവുമോ എന്നുള്ളത് ഇവർ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി എൻ്റെ പേര് ഓൾറെഡി ഒരു കേസ് കൊടുത്തു വെച്ചു.